ഏകദേശം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിന്റെ എൻഡിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ചാപ്റ്റർ ആണ്. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 9th ചാപ്റ്ററായ ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഇന്റർനെറ്റ്, ഫുൾ നമ്മൾ ഇന്റർനെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. മെജോറിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോയാൽ തന്നെ കിട്ടാവുന്ന കുറേ ടോപ്പിക്സ് ഇതിലുണ്ട്. സിമ്പിൾ ആണ്, ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കിയാലോ. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്. ചെറിയൊരു ഹിസ്റ്ററി, നമ്മുടെ ഇന്റർനെറ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു ചെറിയൊരു ഹിസ്റ്ററി നമ്മൾ ആദ്യമേ പറയും. അത് കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി, ഒരു 3-4 ടൈപ്പ് ഓഫ് കണക്ടിവിറ്റി നമ്മൾ പഠിക്കും. ദെൻ സർവീസസ് ഓൺ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? നമ്മുടെ www, അതുപോലെ തന്നെ എന്താ വെബ് ബ്രൗസേഴ്സ്, ഇതൊക്കെ നമ്മുടെ ഇന്റർനെറ്റിലെ സർവീസസ് ആണ്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ദെൻ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ട് വരുന്ന അറ്റാക്സ് എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ നമ്മൾക്ക് വൈറസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ പ്രിവെന്റിങ് നെറ്റ്വർക്ക് അറ്റാക്സ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൽ എന്തായാലും അറ്റാക്ക് ഉണ്ടാവും, ഹാക്കിങ്ങും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹാക്കിങ്, ഫിഷിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ്. ഓക്കെ, ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇന്റർനെറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം മനസ്സിലായി കാണും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്റർനെറ്റിന്റെ ചരിത്രം. എന്താണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്? ഇന്റർനെറ്റ് മീൻസ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ഇന്റർനെറ്റിന്റെ ഫോം എന്ന് പറയുന്നത് അർപ്പാനെറ്റ് ആണ്. അതായത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. ഇതാണ് അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ ഈ ഒരു അർപ്പാനെറ്റ് ആണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് 1970s. ഓക്കെ, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അവരുടെ മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1970s US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അവരുടെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് അർപ്പാനെറ്റ് എന്ന് പറയുന്നത്. ഇതിനു ശേഷം 1989 ടിം ബേർണേഴ്സ്-ലീ അവരും അവരുടെ ടീമും നമ്മുടെ HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് www ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് www? വേൾഡ് വൈഡ് വെബ് അല്ലെ. അപ്പൊ ഈ ഒരു വേൾഡ് വൈഡ് വെബ് HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് 1989 ആരാണ് കണ്ടുപിടിച്ചത്? ടിം ബേർണേഴ്സ്-ലീ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു പേരും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഒരു ഹിസ്റ്ററി അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു അർപ്പാനെറ്റ്. ഓക്കെ, അർപ്പാനെറ്റ്, അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. പിന്നെ ഈ ഒരു ടിം ബേർണേഴ്സ്-ലീയുടെ പേര്, അതായത് നമ്മൾ www കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 1989 ടിം ബേർണേഴ്സ്-ലീയും ആ ഒരു ടീമും എന്ത് കണ്ടുപിടിച്ചു? www കണ്ടുപിടിച്ചു യൂസിങ് HTTP പ്രോട്ടോകോൾ. ഇനി in 1998 ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജസ്റ്റ് നമ്മളൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ നമുക്ക് ഒത്തിരി കഥയായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ മിസ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is an interconnected system of computer networks that serves the users all over the world. അതായത് ലോകത്തെമ്പാടുമുള്ള എല്ലാ യൂസേഴ്സിനും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഇന്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇൻട്രാനെറ്റ് എന്തായിരിക്കും? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രൈവറ്റ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്?
ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന് താഴെ എന്താ എക്സ്ട്രാനെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം എക്സ്ട്രാനെറ്റും ഇൻട്രാനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അല്ലെങ്കിൽ ഇത് മൂന്നിന്റെയും ഡെഫിനേഷൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a network that allows vendors and business partners to access the company resource. അതായത് കമ്പനി റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടി വെണ്ടേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനും അലൗ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, അതിനെയാണ് എക്സ്ട്രാ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് അവരുടെ ആ ഒരു കമ്പനിയുടെ പുറത്ത് വെണ്ടേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനും ആ ഒരു കമ്പനിയുടെ റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാനെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് കണക്ടിങ് ദ കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. എന്താണ്, ഇന്റർനെറ്റിലേക്ക് കമ്പ്യൂട്ടർ ബന്ധിപ്പിക്കും. എങ്ങനെയാണ് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്നത്? നമ്മൾ വീടുകളിലേക്ക് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമ്മളിവിടെ പറയുന്നത്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഫോർ കണക്ടിങ് എ കമ്പ്യൂട്ടർ ടു ഇന്റർനെറ്റ്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുകളും എന്തൊക്കെയാണ്? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ, നിങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും മിസ് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ എന്തായാലും വേണം അല്ലെ, എങ്ങനെയുള്ളതായിരിക്കണം? A computer with NIC facility and an OS that supports TCP/IP protocol. എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് NIC ഫെസിലിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ TCP/IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OS. അതായത് ഇപ്പോൾ നമ്മുടെ വിൻഡോസോ ലിനക്സോ അങ്ങനെ ഏതെങ്കിലും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു OSും എന്തിലുണ്ടാവണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവണം. ക്ലിയർ? പിന്നെ എന്ത് വേണം, മോഡം വേണം, അത് കണക്ട് ചെയ്യാൻ ടെലിഫോൺ കണക്ഷൻ വേണം, an internet account given by ISP, then software like browser, client application for email, chat, etc. ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് ഇപ്പോൾ ഇമെയിലും ചാറ്റൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ വേണം, അതുപോലെ തന്നെ ബ്രൗസറൊക്കെ ആവശ്യമുണ്ട്, എന്നാലല്ലേ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അറിയാവുന്ന കാര്യമാണല്ലോ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ടല്ലോ. ക്ലിയർ അല്ലേ? അടുത്തത് വരുന്നതാണ് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി. ഓക്കെ, വിവിധ തരം ഇന്റർനെറ്റ് ബന്ധിപ്പിക്കൽ രീതികൾ. അപ്പൊ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, അതുപോലെ തന്നെ ആ ഒരു കണക്ഷന്റെ സ്പീഡും. ഓക്കെ, സ്പീഡ് ഓഫ് കണക്ഷനും ടെക്നോളജി യൂസ് ചെയ്യുന്നതും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. ഡയൽ-അപ്പ് കണക്ടിവിറ്റി, വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലായിരുന്നു? ടെക്നോളജി യൂസ്, ഏത് ടെക്നോളജി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് കണക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയായിരുന്നു? ഡയൽ-അപ്പ് കണക്ടിവിറ്റി, വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആൻഡ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഓക്കെ, ഇനി നമുക്കൊരു ടേം തന്നിട്ടുണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഓക്കെ, എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്? ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഡിവൈസുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റയുടെ ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഡിവൈസസ് ഇൻ യൂണിറ്റ് ടൈം. ഇതിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഓരോന്നായിട്ട് നോക്കിയാലോ. ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി. ഫസ്റ്റ് വരുന്നത് ഏതാ? ഡയൽ-അപ്പ്. ഓക്കെ, ഡയൽ-അപ്പ് ബന്ധം. എങ്ങനെയാണ് ഡയൽ-അപ്പ് കണക്ടിവിറ്റി? ഇതൊരു കൺവെൻഷണൽ മെത്തേഡാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ആരും ഇത് യൂസ് ചെയ്യാറില്ല, പണ്ടുള്ളതായിരുന്നു. ഒരു കൺവെൻഷണൽ ടെലിഫോൺ ലൈൻ കണക്ഷൻ ആണ്. ഓക്കെ, ഇത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെലിഫോൺ ലൈൻ, അതുപോലെ തന്നെ ഡയൽ-അപ്പ് മോഡം. ഓക്കെ, ഡയൽ-അപ്പ് മോഡം യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ സെർവർ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് നമ്മളൊരു ഫോൺ ചെയ്യുന്നത് പോലെ തന്നെ, ഫോൺ ചെയ്യുമ്പോൾ നോർമലി രണ്ട് പീപ്പിൾ തമ്മിൽ കണക്റ്റഡ് ആവും അല്ലേ? എന്നാൽ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഫോൺ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലെ സെർവറിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യും. ഓക്കെ, ഇന്റർനെറ്റ് കണക്ട് ചെയ്യും. അപ്പൊ
നമ്മൾ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു കണക്ഷൻ ആക്സസ് കിട്ടും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഈ ഒരു ടെലിഫോൺ ലൈൻ ത്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് എ ടൈം വോയിസ് കോളും ഈ ഒരു ഇൻ്റർനെറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയലപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് വരുന്നതാണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. അതായത് ഇതിന്റെ ഇത്രയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതായത് ഇപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് യൂസ് എ ബ്രോഡ്ബാൻഡ് മോഡം. ഓക്കെ, ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഒരു ബ്രോഡ്ബാൻഡ് മോഡം യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് കണക്ട് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യേണ്ടി വരില്ല. അത് ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അലൗസ് us to use the telephone even while using the internet. നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടെലിഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒന്നാണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് പറയുന്നുണ്ട്, ഒരു കമ്പാരിസൺ. ഓക്കെ, കമ്പാരിസൺ ബിറ്റ്വീൻ ഡയലപ്പ് ആൻഡ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്. എന്താ നോക്കിക്കേ, ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത് സ്ലോ കണക്ഷൻ ആണ്, സ്പീഡ് കുറവാണ്. അവിടെ സ്പീഡ് എന്ന് പറയുന്നത് അപ് ടു 56 kbps ആണ്. ഓക്കെ, എന്നാൽ അതേസമയം വയേർഡ് ബ്രോഡ്ബാൻഡ് വരുമ്പോഴേക്കും നമുക്ക് ഹൈ സ്പീഡ് കണക്ഷൻ ആണ്. എന്തോരം വരുന്നുണ്ട്? 256 kbps നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി റിക്വയർസ് ഡയലിംഗ് ടു കണക്ട് ടു ISP. എന്താണ്? ISPയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയൽ ചെയ്യണം, അല്ലേ? വയേർഡ് ബ്രോഡ്ബാൻഡിൽ എപ്പോഴും കണക്ഷൻ ഓൺ ആയിരിക്കും. നമുക്ക് വിളിച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയൽ ചെയ്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയലപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ISPയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡയൽ ചെയ്യണം, അല്ലേ? ദെൻ യൂസസ് ടെലിഫോൺ ലൈൻ എക്സ്ക്ലൂസീവ്ലി. എന്താണ്? ഡയലപ്പിൽ ടെലിഫോൺ ലൈൻസ് എക്സ്ക്ലൂസീവ്ലി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരുമ്പോഴേക്കും നമുക്ക് വോയിസും ഇന്റർനെറ്റും ഒരുപോലെ യൂസ് ചെയ്യാം, അല്ലേ? അതായത് ഡയലപ്പിൽ നമുക്ക് അറ്റ് എ ടൈം ഒന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വയേർഡ് ബ്രോഡ്ബാൻഡിൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡയലപ്പ് കണക്ഷൻ യൂസസ് ഡയലപ്പ് മോഡം. ഇവിടെ യൂസ് ചെയ്യുന്ന ഏതാ? ഡയലപ്പ് മോഡാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് മോഡമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പാരിസൺ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, രണ്ടിൻ്റെ ആ ഒരു ഇതുപോലെ കമ്പാരിസൺ ചോദിക്കാം, ചിലപ്പോൾ ഡെഫിനേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും അറിഞ്ഞിരിക്കുക. ഡയലപ്പും ഉണ്ട്, അതുപോലെ തന്നെ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് വരുന്നതാണ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഓക്കെ, അതായത് വയർലെസ് ബ്രോഡ്ബാൻഡ് ബന്ധിപ്പിക്കൽ രീതി. നമ്മൾ ഓൾറെഡി വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പഠിച്ചല്ലേ. അപ്പോൾ വയർലെസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? നമുക്ക് ഏകദേശം സെയിം സ്പീഡ്, അതായത് വയേർഡ് ബ്രോഡ്ബാൻഡിൻ്റെ സെയിം സ്പീഡ് തന്നെ ആര് തരുന്നുണ്ട്? നമുക്ക് വയർലെസ് ബ്രോഡ്ബാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് അറിയാവുന്ന കണക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മൊബൈൽ ബ്രോഡ്ബാൻഡ്, അതുപോലെ എന്താ വൈമാക്സ് ഉണ്ട്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്, വൈഫൈ, ഇതൊക്കെ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ബ്രോഡ്ബാൻഡും വൈഫൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വയർലെസ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിനെയാണ് മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? എന്താണ്? നമ്മുടെ ഫോണിൽ സെല്ലുലാർ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ട്രാൻസ്മിഷൻ ഒക്കെ അവിടെ നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? 2G ആയിരുന്നു, അത് കഴിഞ്ഞ് 3G വന്നു, 4G വന്നു, ഇപ്പോൾ അതാ 5Gയിൽ എത്തിയിരിക്കുക, അല്ലേ? അപ്പോൾ അതാണ് മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. ദെൻ വൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പോലെയാണ് വൈമാക്സ് പറയുന്നത്. ഓക്കെ, അതായത് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇവർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏകദേശം സ്പീഡ് എന്ന് പറയുന്നത് 70 MB/s ആണ്. ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് വൈമാക്സിൻ്റെ എത്രയാ? 70 MB/s പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് വഴി നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടുന്നത്, അല്ലേ? അതാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ബാങ്ക്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ്, ഓക്കെ, പിന്നെ നമ്മുടെ ഗവൺമെന്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ആണ്. ഇവിടെ ഏകദേശം നമുക്കൊരു 1 GB/s നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനും അതിൻ്റെ എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമാണല്ലോ. ഓക്കെ അല്ലേ? നമ്മൾ
നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് കണക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് തന്നെ ഡയൽ-അപ്പ് കണക്ഷൻ, അത് കഴിഞ്ഞ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതും കഴിഞ്ഞ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എന്താ പഠിച്ചത്? വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷനും പഠിച്ചു. അപ്പോൾ ഈ ഒരു 3 കണക്ഷനും നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ഇന്റർനെറ്റ് നമുക്ക് എങ്ങനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, ഇന്റർനെറ്റ് ആക്സസ് ഷെയറിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതായത് ഇന്റർനെറ്റ് പങ്കുവയ്ക്കൽ രീതികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻ ഇന്റർനെറ്റ് കണക്ഷൻ ക്യാൻ ബി ഷെയർഡ് അമംഗ് സെവറൽ നെറ്റ്വർക്ക്സ്. ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് പല കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ? യൂസിങ് ലാൻ, വൈഫൈ നെറ്റ്വർക്ക് ഓർ ലൈഫൈ നെറ്റ്വർക്ക്. ഓക്കെ, ലാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിൽ ഉള്ള ഇന്റർനെറ്റ് നമുക്ക് ആ നെറ്റ്വർക്കിലുള്ള മറ്റ് കമ്പ്യൂട്ടേഴ്സിൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈഫൈ ക്യാമ്പസ് ആണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് എന്താ? ആ ഒരു ക്യാമ്പസിൽ, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്? റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, ഷോപ്പിംഗ് മോൾസ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും? വൈഫൈ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വൈഫൈയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇന്റർനെറ്റ് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബോ മൊബൈൽ ഫോണോ ഇതിലൊക്കെ നമുക്കിത് കണക്ട് ചെയ്ത് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ലൈഫൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈയുടെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് വൈഫൈയുടെ ഒരു ഒപ്റ്റിക്കൽ വേർഷൻ ആണ് ലൈഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഫിഡിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ ഒരു ഒപ്റ്റിക്കൽ വേർഷൻ ആണ് ലൈഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രൈറ്റ് LED ലാംപ്സ് ആണ് ഇവിടെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇന്റർനെറ്റ് ഷെയർ ചെയ്ത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ ആണല്ലോ ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളത്? ഇന്റർനെറ്റ് എന്താണെന്നും അതിൻ്റെ കണക്ഷൻസും അത് ഷെയർ ചെയ്യുന്ന മെത്തേഡ്സും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ വരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ഇന്റർനെറ്റിലെ സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അതാണ് നമ്മുടെ 4th ടോപ്പിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സർവീസസ് ഓൺ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിലെ സേവനങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നതാണ് WWW, അതായത് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാം അല്ലേ, WWW. ഓക്കെ, അപ്പോൾ ഈ ഒരു WWW എന്ന് പറയുന്നതിൽ ഒത്തിരി സെർവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി സെർവേഴ്സ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. എന്താണ്? ഒത്തിരി ഡോക്യുമെന്റ്സിന്റെ കളക്ഷൻ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഈ ഒരു വേൾഡ് വൈഡ് വെബിൽ സെർവേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെന്റ്സ് നമുക്കൊരു റെഫറൻസിന്റെ ഹെൽപ്പോട് കൂടി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് യൂസേഴ്സിന് ഒരു റെഫറൻസിന്റെ ഹെൽപ്പോട് കൂടി ഈ ഡോക്യുമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ റെഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് URL, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു URL വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നുണ്ട്, ഇതിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവും? ഈ ഒരു ഡോക്യുമെന്റ്സിൽ ടെക്സ്റ്റ് ഉണ്ടാകാം, ഇമേജസ്, വീഡിയോസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൾട്ടിമീഡിയ കണ്ടന്റ് ഒക്കെ ഈ ഒരു ഡോക്യുമെന്റ്സിൽ ഉണ്ടാകും. ഓക്കെ, so these documents can be accessed with the help of a software called browser. എന്താണ് ഈ ഡോക്യുമെന്റ്സ് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ബ്രൗസർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബ്രൗസർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം അല്ലേ. ഗൂഗിൾ ക്രോം, അതുപോലെ എന്താ മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ആണ് അല്ലേ. ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇറ്റ്സ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ അല്ലേ. സോഫ്റ്റ്വെയറിന് ഒരു പീസ് ആണ് ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ ഇന്റേണൽ വർക്കിംഗ് ഓഫ് ദ ഇന്റർനെറ്റ്. എന്താണ്? ഇന്റർനെറ്റിന്റെ ഇന്റേണൽ വർക്കിങ്ങിലും അതുപോലെ തന്നെ യൂസറിനിടയിലും ആയിട്ട് ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൗസറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ബ്രൗസേഴ്സിന്റെ പേരുകൾ അറിഞ്ഞിരിക്കുക: ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി, ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം. ഇനി
എങ്ങനെയാണ് ഈ ഒരു വെബ് ബ്രൗസിങ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ വിസിബിൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമ്മൾ നേരെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ അത് കിട്ടുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ള ആ ഒരു റൂട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത് വെബ് ബ്രൗസിങ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന URL, ഓക്കെ, നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന URL അത് ഡിറ്റർമൈൻ ചെയ്യും എന്താണെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു URLന്റെ IP അഡ്രസ്സ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസറിൻ്റെ ISPയിലെ DNS സെർവറിലേക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് അയക്കും. അതായത് എനിക്ക് ഈ ഒരു URLന്റെ IP അഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോഴേക്കും DNS സെർവർ എന്ത് ചെയ്യും? ഈ ഒരു URLന്റെ IP അഡ്രസ്സ് റിപ്ലൈ ആയിട്ട് നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബ്രൗസർ ഈ ഒരു IP അഡ്രസ്സിന്റെ വെബ് സെർവറിൽ ഒരു TCP കണക്ഷൻ ഉണ്ടാക്കും. ഓക്കെ, എവിടെയാണ്? ഈ ഒരു IP അഡ്രസ്സിന്റെ വെബ് സെർവറിൽ ഒരു TCP കണക്ഷൻ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു വെബ് പേജിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ഫയൽ ഉണ്ടല്ലോ, നമ്മൾ ചോദിച്ച ഫയൽ, ആ ചോദിച്ച ഫയൽ കിട്ടാൻ വേണ്ടി ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു വെബ് സെർവർ നമുക്ക് ഈ ഒരു വെബ് പേജ് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരും. നമുക്ക് ഏത് പേജാണോ വേണ്ടത്, വെബ് പേജ് ആണോ വേണ്ടത്, അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. എന്നിട്ട് ഈ ഒരു TCP കണക്ഷൻ റിലീസ് ചെയ്യും. ഓക്കെ, TCP കണക്ഷൻ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കിട്ടിയ വെബ് പേജ് ഇല്ലേ, ആ വെബ് പേജിലെ കണ്ടന്റ് ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെബ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന URL ബ്രൗസർ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത URLന്റെ IP അഡ്രസ്സ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസറിൻ്റെ ISPയിലെ DNS സെർവറിലേക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കും. എന്ത്? നമുക്ക് ഇതിൻ്റെ IP അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ ഒരു DNS സെർവർ തിരിച്ച് നമുക്ക് ഇതിൻ്റെ IP അഡ്രസ്സ് തരും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ IP അഡ്രസ്സിലെ വെബ് സെർവറിലേക്ക് ബ്രൗസർ ഒരു TCP കണക്ഷൻ മേക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ആ വെബ് പേജിൽ നമുക്ക് വേണ്ട ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും വെബ് പേജ് ഈ ഒരു വെബ് സെർവർ നമുക്ക് ഈ ഒരു വെബ് പേജ് റിട്ടേൺ ചെയ്ത് തരും. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ TCP കണക്ഷൻ അവിടെ റിലീസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്രൗസർ ഏതാണ്? നമ്മുടെ ബ്രൗസർ ഇപ്പം ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ എന്താണോ, ആ ഒരു ബ്രൗസർ എന്ത് ചെയ്യും? ഈ കിട്ടിയ വെബ് പേജിലെ കണ്ടന്റ് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇങ്ങനെയാണ് വെബ് ബ്രൗസിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ടൊരു സർവീസ് നമ്മൾ പഠിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻസ്. ഓക്കെ, സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? സെർച്ച് എഞ്ചിൻസ് നമുക്കറിയാവുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ. ഈ ഗൂഗിളും ഗൂഗിൾ ക്രോമും രണ്ടാണ്. അത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താ? ഒരു ബ്രൗസറാണ്. ഓക്കെ, ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണെന്ന് പറഞ്ഞു. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫോർമേഷൻസ് ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ, അതാണ് സെർച്ച് എഞ്ചിൻ, ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു കീവേഡ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് കീവേഡ് വെച്ചിട്ട് നമ്മളത് സെർച്ച് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സെർച്ച് എഞ്ചിൻ പ്രോഗ്രാംസ് നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കീവേഡ് മാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ്സും വെബ് പേജസും ഇത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഡോക്യുമെന്റ്സ് സെർച്ച് ചെയ്യാനും അതിൻ്റെ വെബ് അഡ്രസ്സുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പൈഡേഴ്സ് ആൻഡ് ബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പൈഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് എഞ്ചിൻ കൊടുക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് എന്താണോ, ഇതിനെക്കുറിച്ചാണോ നമുക്ക് വേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്ത് ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ട് ഡേറ്റാബേസിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, കണ്ടോ? സ്പൈഡേഴ്സ് സെർച്ച് ദ ഇൻ്റർനെറ്റ് യൂസിങ് ദ ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ സെർച്ച് എഞ്ചിൻസ് ആൻഡ് പ്രിപ്പയർ ആൻ ഇൻഡെക്സ് ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ എ database. Okay, the searching algorithm searched this database when the user submits a request. Okay, എന്താണ്? യൂസർ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യും, എന്ത് ചെയ്യും? ഈ സെർച്ചിങ് അൽഗോരിതം ഈ ഒരു ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യും.
എന്നിട്ട് അത് എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ് എ വെബ് പേജ് ഡിസ്പ്ലേയിങ് ദ മാച്ചിങ് റിസൾട്ട്സ് ആസ് ഹൈപ്പർ ലിങ്ക്. അതായത് ഇപ്പം നമ്മളൊരു കാർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സ്പൈഡർ എന്താ അവിടെ ചെയ്യുന്നത്? ഇത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇൻഡെക്സ് ആക്കിയിട്ട് അത് ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെർച്ച് എഞ്ചിൻ അൽഗോരിതം വന്നിട്ട് ഈ ഒരു ഡേറ്റാ ബേസിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇതൊരു വേറൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ സെർച്ച് ചെയ്തത് കാറിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ കീവേഡ് വെച്ചിട്ട് ഇതിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് അത് മാച്ച് ചെയ്യുന്ന റിസൾട്ടുകൾ ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുത്ത് വേറൊരു വെബ് പേജ് നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇതാണ് നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പം അവിടെ നടക്കുന്നത്. ഓക്കെ, ഏതാണ്? ഗൂഗിൾ, യാഹു, ബിങ് ഒക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. ക്ലിയർ ആയോ? അതായത് നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറേ ലിങ്കുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നത് ഒരു വെബ് പേജാണ്. ആ വെബ് പേജിൽ ഒത്തിരി ലിങ്കുകൾ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വേറെ പേജിലേക്ക് പോകും അല്ലേ. അപ്പോൾ ആ ഒരു ലിങ്കുകളെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സും ലിങ്ക്സും ഒക്കെ എന്ത് ചെയ്യും? ഇവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്ന കാര്യം. ക്ലിയർ ആയല്ലോ? ഇന്റർനെറ്റിൽ വരുന്ന മറ്റൊരു സർവീസാണ് ഇമെയിൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ മെയിൽ അയച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ മെയിൽ ഐ ഡി ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇമെയിൽ എങ്ങനെയാണ്? ഇമെയിൽ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ഇലക്ട്രോണിക് മെയിൽ എന്നാണ് നമ്മൾ ഇമെയിലിന്റെ ഫുൾ ഫോം ശരിക്കും. ഓക്കെ, അതായത് ഒരു ഇന്റർനെറ്റിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡിജിറ്റൽ ആയിട്ടുള്ള മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഇമെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇമെയിലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ ഇമെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ. എന്തായാലും 10th കഴിയുമ്പോൾ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് +1 അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേരോ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലും ഒരു നമ്പറോ ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇമെയിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു യൂസർ നെയിം. ഓക്കെ, ഇപ്പോൾ ഒരു യൂസർ നെയിം കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ പേരും ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഇയർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്താണ് നിങ്ങളുടെ മെയിൽ ഐ ഡി. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് യൂസർ നെയിം, അത് കഴിഞ്ഞ് അറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നതാണ് ഡൊമൈൻ നെയിം. ഓക്കെ, താഴെ എക്സാമ്പിൾ നോക്കിക്കേ. exampoint@gmail.com എന്ന് പറയുന്നതിൽ എക്സാം പോയിന്റ് എന്ന് പറയുന്നതാണ് എന്ത്? യൂസർ നെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഡൊമൈൻ നെയിം ആയിട്ട് വന്നിരിക്കുന്നത് എന്താ? gmail.com. ചിലർ യാഹു ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിരിക്കും ഡൊമൈൻ നെയിം എന്നുള്ളത്. കോമൺ ആയിട്ട് നമ്മൾ gmail.com ആണ് എല്ലാവരും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഒരു മെയിൽ അയക്കുന്നത്? നമ്മൾ ഗൂഗിളിൽ നമ്മൾ ഇമെയിൽ എടുത്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യും അല്ലേ. നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ കമ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പുതിയൊരു പേജ് നമുക്ക് കിട്ടും. ഒരു ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള നമ്മുടെ മെയിൽ അയക്കാനുള്ള കണ്ടന്റ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അല്ലേ. എന്താണ്? ഒരു ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? അതായത് നമ്മുടെ മെയിലിലുള്ള സെക്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 2 എന്നായിരിക്കും അല്ലേ. 2 എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ മെയിൽ അയക്കാൻ നേരത്തെ എന്താ ചെയ്യാറ്? 2ൻ്റെ അവിടെ നമുക്ക് ആർക്കാണോ അയക്കേണ്ട ആ ആളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അടിക്കും അല്ലേ. അപ്പോൾ അതാണ് 2 എന്ന് പറയുന്നത്. റിസീപ്പിയൻറ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പ്രൈമറി ആയിട്ട് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൽ ആർക്കാണോ എത്തേണ്ടത് അവരുടെ അഡ്രസ്സ് നമ്മൾ 2ൽ അടിക്കും. ഓക്കെ, 2ൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി അതിന് തൊട്ട് താഴെ നമുക്ക് CC അതുപോലെ BCC എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ 2 സെക്ഷൻസ് പൊതുവേ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. നമ്മളെല്ലാവരും ചെയ്യുമ്പം 2 അഡ്രസ്സ് കൊടുത്തു സബ്ജക്റ്റ് എഴുതി നേരെ നമുക്ക് മെസ്സേജ് എന്താണോ ഒന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് അടിക്കാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഈ 2ന് തൊട്ട് താഴെ ശരിക്കും CC എന്ന് പറഞ്ഞിട്ടും BCC എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻസ് ഉണ്ട്. ശരിക്കും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ. അതായത് CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പി. ഓക്കെ, CCയുടെ ഫുൾ ഫോം എന്താ? കാർബൺ കോപ്പി. ഈ കാർബൺ കോപ്പി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അയക്കുന്ന മെയിൽ ഉണ്ടല്ലോ. ചിലപ്പോൾ ചില മെയിലുകൾ നമുക്ക് 2-3 പേർക്ക് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? 2 അഡ്രസ്സിൽ ആദ്യത്തെ ഒരാളുടെ അടിക്കും. അത് കഴിഞ്ഞ് അവിടെ തന്നെ 2ാമതും 3ാമതും ആൾക്കാരെ നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലേ അഡ്രസ്സ്. അപ്പോൾ അതിന് പകരം ശരിക്കും ഇമെയിൽ അയക്കേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ്? പ്രൈമറി ആയിട്ട് അയക്കേണ്ട ആളുടെ റെസിപ്പിയൻ്റ് അഡ്രസ്സ് 2ലും CC എന്ന് പറയുന്നിടത്ത് സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി പേഴ്സൺ, സെക്കൻഡറി റെസിപ്പിയൻ്റ് ആരാണോ അവരുടെ ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? CCC എന്ന് പറയുന്ന ഈ ഒരു കാർബൺ കോപ്പി സെക്ഷനിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും അയക്കാനുണ്ട്. 3ാമത് ഇനി നമുക്ക് അയക്കാനുണ്ട്. ആ ആളുടെയാണ് നമ്മൾ BCCയിൽ നമ്മൾ കൊടുക്കുന്നത്. BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി.
ഓക്കെ, എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതായത് ഈ ഒരു മെയിൽ മൂന്നാമത് നമുക്ക് ആരുടെ അടുത്താണോ എത്തിക്കേണ്ടത് അവരുടെ ഇമെയിൽ ID ആയിരിക്കും നമ്മൾ എവിടെ കൊടുക്കുക, BCCയിൽ കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ് BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞത്? ഈ ഒരു BCCയിൽ ടൈപ്പ് ചെയ്യുന്ന അഡ്രസ്സിലുള്ളവർക്ക് ഈ ഒരു മെസ്സേജ് കിട്ടുമല്ലോ, അവർക്ക് ഈ ഫസ്റ്റത്തെ 2 എണ്ണം, അതായത് നമ്മുടെ 2 അഡ്രസ്സും CCയിലും കൊടുത്തിരിക്കുന്നത് ആരുടെയൊക്കെ അഡ്രസ്സാണെന്നുള്ളത് ഇവർക്ക് വിസിബിൾ ആവില്ല. ഓക്കെ, അതാണ് ഈ ഒരു ബ്ലൈൻഡ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 അഡ്രസ്സ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ വിസിബിൾ ആവും, CCയിൽ കൊടുക്കുന്നവർക്ക് ഇത് വിസിബിൾ ആവും. പക്ഷേ BCC എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കുന്ന അഡ്രസ്സിലുള്ളവർക്ക് ഇത് നമ്മൾ ആദ്യം പ്രൈമറി ആയിട്ട് ആർക്ക് അയച്ച് സെക്കൻഡറി ആയിട്ട് ആർക്ക് അയച്ചെന്നുള്ളത് അവർക്ക് വിസിബിൾ ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സെക്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മെയിൽ അയക്കുമ്പോൾ എല്ലാവരുടെയും കൊണ്ടൊന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് കാണാൻ പറ്റുക, അതിന് തൊട്ട് താഴെയായിട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് എന്താണോ കണ്ടന്റ് അതിൻ്റെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ എവിടെ കൊടുക്കുക, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കുക. ഒരു സിംഗിൾ ലൈനിൽ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, അതിന് തൊട്ട് താഴെയാണ് നമുക്ക് എന്തുള്ളത്, കണ്ടന്റ്. ഓക്കെ, ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ എന്ത് ചെയ്യുക, നമ്മുടെ മെസ്സേജ് എന്താണോ ആ മെസ്സേജ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ടൈപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് അറ്റാച്ച്മെന്റ്സ് കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് താഴെ ഫയൽസ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഡോക്യുമെന്റ്സോ പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫയൽസ് ഒക്കെ നമുക്ക് ഈ ഒരു മെയിലിൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ആ സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മെസ്സേജ് സെൻഡ് ആവും. അതുപോലെ തന്നെ റിപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അതെന്തിനാ, നമുക്ക് കിട്ടിയ ഈ ഒരു മെയിലിന് ഒരു റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ ഒരു ബട്ടൺ കാണാം. അതായത് നമുക്ക് കിട്ടിയ ഒരു മെയിൽ നമുക്ക് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം, അയച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഫോർവേഡ് ക്ലിക്ക് ചെയ്തിട്ട് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇമെയിലിൻ്റെ സെക്ഷൻസ് എന്ന് പറഞ്ഞു വരുന്നത്. ഏതൊക്കെയായിരുന്നു, ടു, CC, BCC, സബ്ജക്റ്റ്, ദെൻ കണ്ടന്റ്. അതിന് ഏറ്റവും താഴെയായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, സെൻഡ്, റിപ്ലൈ, ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ടാബിൽ കാണുന്നത് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൽ അയക്കേണ്ടതെന്നുള്ളൊരു ഫോർമാറ്റ് കിട്ടി കാണുമല്ലോ. ഇനി എങ്ങനെയാണ് ഒരു മെയിലിൻ്റെ വർക്കിംഗ് എന്നുള്ളത് അറിയണ്ടേ. ഓക്കെ, നമ്മൾ മെയിൽ എഴുതാനായിട്ട് പഠിച്ചല്ലേ, അപ്പോൾ ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, നമുക്കൊരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്, ഓരോന്ന് കണക്ട് ചെയ്ത് കുറച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താ സംഭവം, സെൻഡർ ഒരു മെയിൽ കമ്പോസ് ചെയ്യും. ഓക്കെ, ആ ഒരു നമ്മുടെ ഇമെയിൽ ക്ലയൻറ്റ് വെബ് മെയിലിൽ സെൻഡർ ഒരു മെയിൽ കമ്പോസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, SMTP സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഒരു SMTP സെർവർ എന്ന് പറയുന്നത്, നമ്മുടെ ഇമെയിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണെന്നറിയോ, അതാണ് SMTP. അതായത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതാണ് SMTP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇമെയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു SMTP സെർവറിലേക്ക് നമ്മൾ സെൻഡർ അയച്ചു കൊടുത്ത മെസ്സേജ് അപ്ലോഡ് ചെയ്യും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇതൊരാളുടെ അടുത്തേക്ക് എത്തണ്ടേ, റെസിപ്പിയന്റിന്റെ അഡ്രസ്സിൽ എത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ ഈ ഒരു മെസ്സേജ് ട്രാവൽ ചെയ്യും, ഇത് ട്രാവേഴ്സ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് എവിടെ എത്തും, റിസീവറിന്റെ സെർവറിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തും. ഓക്കെ, അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും റിസീപ്പിയറിന്റെ മെയിൽ ബോക്സിലേക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ ഇടും. ഓക്കെ, ഇനി റിസീപ്പിയന്റ് എന്ത് ചെയ്യും, റിസീപ്പിയന്റ് മെയിൽ ചെക്ക് ചെയ്യും, ഏതെങ്കിലും പുതിയ മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതിനുശേഷം റിസീപ്പിയന്റ് നമ്മൾ അയച്ച മെയിൽ വായിച്ചു നോക്കും. ഓക്കെ, എന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ റിപ്ലൈ ബട്ടൺ കൊടുത്ത് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ സെയിം ഫങ്ഷൻ തന്നെ, ഈ സെയിം വർക്കിംഗ് തന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പഠിച്ചു വെക്കണമെന്നല്ല, സ്റ്റെപ്പായിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. മെയിനായിട്ടും ഇമെയിലിൻ്റെ സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു SMTP അതെന്തായാലും പഠിച്ചു വെക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു SMTPയുടെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമെയിലിൻ്റെ വർക്കിങ്ങും സെക്ഷൻസും ഒക്കെ പഠിച്ചല്ലേ. അപ്പോൾ ഇനി അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കണ്ടേ. എന്താ നോക്കിക്കേ, സ്പീഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നോർമലി ഒരു മെസ്സേജ് നമുക്ക് മറ്റൊരാളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, കൺവെൻഷണൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്ത് എഴുതും അല്ലേ. കത്ത് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആളുടെ അടുത്തേക്ക് എത്തും. അതായത് ഇപ്പോൾ ഒത്തിരി ദൂരമുള്ള, ഇപ്പം
കേരളത്തിലിരുന്ന് കത്തെഴുതി കർണാടകയിലുള്ള ഒരാൾക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ പെട്ടെന്ന് അത് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാതെ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇമെയിൽ യൂസ് ചെയ്യുകയാണെങ്കിലോ വിത്തിൻ സെക്കൻഡ്സ് അത് അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്പീഡ് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈസ് ഓഫ് യൂസ്, നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെന്റ്സ്, അതായത് ഈ ഒരു മെസ്സേജിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫയൽസും ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും അല്ലേ. ദെൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. റിപ്ലൈ ടു ആൻ ഇമെയിൽ, നമുക്കൊരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കതിന് റിപ്ലൈ ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ആൻഡ് ഫൈനലി അവൈലബിൾ എനിവേർ എനി ടൈം, അതായത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മെയിൽ അയക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇച്ചിരി വലിയ ടോപ്പിക്കൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഇമെയിൽ എന്താണ്, അതുപോലെ അതിൻ്റെ സെക്ഷൻസ് എന്താണ്, വർക്കിംഗ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ പറയാം. അപ്പോൾ ഈ ഒരു സർവീസ് ക്ലിയർ ആണല്ലോ.